ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഈ വീഡിയോ ൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും ഗാഡ്ജറ്റ്സിൻ്റെയൊക്കെ വില കൂടാൻ പോകണമെന്ന് എനിക്കൊരു സംശയം ഉണ്ട്. അത് ശരിയാണോ എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ എനിക്ക് ഒരു മറുപടി തന്നാൽ മതി. രണ്ടാമത്തത്, ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്. അതായത് സിൽവറും ഗോൾഡൊക്കെ വില കയറാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം കൂടെ ചോദിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം സിൽവറിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഈ പെർപ്ലെക്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളിൻ്റെ അടുത്ത് സിൽവറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ സിൽവറിൻ്റെ ഗുണങ്ങൾ, അപ്ലിക്കേഷൻസ് ഓഫ് സിൽവർ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം അത് പറഞ്ഞത്, നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിലും സിൽവർ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറഞ്ഞത്. അതായത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺസ്, നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പ്, എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളും, നമ്മുടെ കാറുകളിലുള്ള ഇലക്ട്രോണിക് പാനൽസുകൾ, AC-യിലുള്ള ഇലക്ട്രോണിക് പാനൽസുകൾ, എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളിലും സിൽവർ യൂസ് ചെയ്യുന്നുണ്ട്. ആ സിൽവർ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അത് ഇലക്ട്രിസിറ്റിനെ എഫിഷ്യൻ്റായിട്ട് കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് ഇലക്ട്രിസിറ്റി കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സിൽവർ ഉപയോഗിക്കുന്നത് സോളാർ എനർജിയിലും ബാറ്ററികളിലുമാണ്. അതായത് ഇപ്പോൾ എല്ലാം നമ്മൾ ലിഥിയം അയൺ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററിയിലും നമ്മൾ സിൽവർ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ സോളാർ പാനൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ EV ഇലക്ട്രിക് വെഹിക്കിൾസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ആപ്ലിക്കേഷൻസിൽ വരുമ്പോൾ വൂണ്ട് ഡ്രസ്സിങ്, ഇംപ്ലാൻസിൽ, മെഡിക്കൽ എക്യുപ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ സിൽവർ യൂസ് ചെയ്യുന്നത് സെൻസേഴ്സിൽ, വണ്ടികളാണെങ്കിൽ ഓട്ടോമോട്ടീവ് ഇലക്ട്രിക്കൽ കോമ്പോണൻസ് സെൻസേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ കെമിക്കൽ ഇൻഡസ്ട്രിയിലും ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. കെമിക്കൽ ഇൻഡസ്ട്രിയിൽ എന്തായാലും വരുമല്ലോ. അപ്പോൾ സിൽവർ മെറ്റൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കെമിക്കൽ എഞ്ചിനീയേഴ്സിന് അതിനെപ്പറ്റി കൂടുതൽ അറിയായിരിക്കും. സിൽവർ പ്ലേറ്റിംഗ് ഓൺ വേരിയസ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൺസ്യൂമർ പ്രോഡക്ട്സ്, ബാറ്ററികളിൽ, പിന്നെ നാനോ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിൽവർ കുറേ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. മേജറായിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ, നമ്മളുടെ IT ഇൻഡസ്ട്രി ബേസിക്കലി റൺ ചെയ്യുന്നത് ഇലക്ട്രോണിക്സിൻ്റെ ബേസിസിലാണ്. അതായത് IT ഇൻഡസ്ട്രിയിൽ ഡേറ്റാ സെൻറ്റേഴ്സ് അതേപോലെ തന്നെ ഡേറ്റാ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേറ്റ, അതായത് IT-യിൽ കൂടുതലും ഡേറ്റയാണ് ഉപയോഗിക്കുന്നത്. ഡേറ്റ വെച്ചിട്ടുള്ള കളിയാണല്ലോ. അപ്പോൾ ഈ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഡേറ്റാ സെൻറ്റേഴ്സിലാണ്. അപ്പോൾ ഡേറ്റാ സെൻറ്റേഴ്സിൽ നമുക്ക് എന്തായാലും ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് വേണ്ടി വരും. അപ്പോൾ അവിടെ ഈ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ പുതിയ ഡേറ്റാ സെൻറ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. പുതിയ ഡേറ്റകൾ സ്റ്റോർ ചെയ്യാനുള്ള ഹാർഡ്വെയർ കേപ്പബിലിറ്റി നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അങ്ങനെ പുതിയ ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഹാർഡ്വെയർ കേപ്പബിലിറ്റി എക്സ്പാൻഡ് ആയില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാനുള്ള സാധ്യതകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗ്രോത്തിനെ അത് ഹിൻഡർ ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് അത് IT ഇൻഡസ്ട്രീനെ നല്ല രീതിയിൽ ബാധിക്കും. പിന്നെ ചിപ്പ് എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. അപ്പോൾ ഈ മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ്ങിലെല്ലാം സർക്യൂട്ട് ബോർഡ്സും എല്ലാം സിൽവർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലാപ്ടോപ്പുകളുടെ സർക്യൂട്ട് ബോർഡുകളെല്ലാം സിൽവർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്
സിൽവറിൻ്റെ വില കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൊബൈൽ മാനുഫാക്ചറിങ്ങും ചിപ്പ് മാനുഫാക്ചറിങ്ങും അങ്ങനത്തെ ഭാഗങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ വരും. പിന്നെ അതേപോലെ തന്നെ EV അല്ലെങ്കിൽ നമ്മുടെ ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിച്ചുള്ള പരിപാടികൾക്കൊക്കെ പ്രശ്നം വരും. ഇത് ഉപയോഗിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളുടെയും വില കൂടും. അങ്ങനെ വരുമ്പോൾ ഇനി ഭാവിയിൽ മൊബൈൽ ഫോണിൻ്റെ വില കൂടും, ലാപ്ടോപ്പിൻ്റെ വില കൂടും, ഇലക്ട്രോണിക് ഡിവൈസുകളുടെ എല്ലാത്തിൻ്റെയും വില കൂടും. അപ്പോൾ സിൽവറിൻ്റെ വില കൂടുകയാണെങ്കിൽ, അങ്ങനെ സിൽവറിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളുടെയും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളുടെയും വില കൂടുകയാണെങ്കിൽ അത് ഈ രാജ്യത്തിൻ്റെ രൂപൻ്റെ മൂല്യത്തെ ബാധിക്കും, കറൻസിൻ്റെ മൂല്യത്തിനെ ബാധിക്കും. അങ്ങനെ അതൊന്ന്. രണ്ടാമത്തത് AI-യും ഡേറ്റ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഹാർഡ്വെയറിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ AI ഇൻഡസ്ട്രീനെ ബാധിക്കും. അപ്പോൾ AI ഇൻഡസ്ട്രീനെ ബാധിച്ചു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ IT സെക്ടർ ബാധിക്കപ്പെടും. IT സെക്ടർ ബാധിച്ചു കഴിഞ്ഞാൽ IT പൊട്ടിക്കഴിഞ്ഞാൽ അത് റിസഷനൊരു കാരണമാവും. അങ്ങനെ റിസഷനൊരു കാരണമാകുമ്പോൾ ആൾക്കാർക്ക് ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ജോലി ഇല്ലാത്തൊരു സമയത്ത് ഡിമാൻഡ് കുറയുകയും ആ സമയത്ത് സിൽവറിൻ്റെ വില കുറയാനുള്ള സാധ്യതകളും ഉണ്ടാവാം. അതെനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇത്രയും, അതായത് സിൽവറിന് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സിൽവറിൻ്റെ വില കൂടുന്നത് ഒരിക്കലും നമ്മൾക്ക് നല്ലതല്ല, നമ്മളുടെ കറൻസിക്ക് നല്ലതല്ല. അങ്ങനെയാണെങ്കിൽ സിൽവറിൻ്റെ വില കൂടരുത്. അപ്പോൾ ഇനി എൻ്റെ ചോദ്യം, സിൽവറിൻ്റെ വില ഈ വലിയ ആൾക്കാർ കുറയ്ക്കുമോ അതോ സിൽവറിൻ്റെ വില വലിയ ആൾക്കാർ കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ് സിൽവർ. സിൽവറിൻ്റെ വില കൂടുകയാണെങ്കിൽ ഉറപ്പിക്കാം, അതായത് അത് ഒരു വലിയൊരു മഹാസാമ്പത്തിക ദുരന്തത്തിലോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. So beware of silver.